ഇന്ന് പലരുടെയും ഉള്ളിലുള്ള ചോദ്യമാണ്, എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? ഒരു ലിസ്റ്റ് പോലെ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതാണോ പ്രാർത്ഥന? ദൈവമേ, എനിക്ക് ജോലി തരണമേ, ദൈവമേ, എനിക്ക് പണം തരണമേ, എൻ്റെ ഈ പ്രതിസന്ധികളെ മാറ്റണമേ, ഇങ്ങനെയൊക്കെ പറയുന്നതാണോ പ്രാർത്ഥന? നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നത് മാത്രമാണോ പ്രാർത്ഥന? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും നമ്മുടെ പേരൻസുമായിട്ടും സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളാണോ നമ്മൾ ചോദിക്കാറുള്ളത്? അല്ലല്ലോ. നമ്മൾ അവരുമായി ഒരു ക്വാളിറ്റി ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധവും, അതൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. പ്രാർത്ഥന എന്നത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അതൊരു ഡിമാൻഡ് ലിസ്റ്റ് അല്ല, മറിച്ച് ഹാർട്ട് ടു ഹാർട്ട് കണക്ഷനാണ്. പ്രാർത്ഥന നമ്മുടെ ദൈവവുമായിട്ടുള്ള ഹൃദയം പങ്കുവെക്കുന്ന സമയം, നമ്മുടെ ഹൃദയം ദൈവത്തിന് മുന്നിൽ തുറന്നു വെക്കുന്ന സമയം, ഒന്നും ഒളിച്ചു വെക്കാതെ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ദൈവത്തോട് പങ്കുവെക്കുന്ന സമയം. നമ്മൾ ആരാണോ അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുക. പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനം നമ്മൾ എന്താണ് ചോദിക്കുന്നത് എന്നല്ല, നമ്മൾ എങ്ങനെ ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്നതാണ് പ്രധാനം. ബൈബിളിൽ യേശു പറഞ്ഞൊരു ഉപമയുണ്ട്, പരീശനും ചുങ്കക്കാരനും തമ്മിലുള്ള ഉപമ. അവർ രണ്ടുപേരും പ്രാർത്ഥിക്കാനായി ദേവാലയത്തിൽ കയറി. പരീശൻ തന്നെ പുകഴ്ത്തി പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കും, ഞാൻ ദശാംശം കൊടുക്കും എന്നൊക്കെ ദൈവത്തോട് പറഞ്ഞു. ചുങ്കക്കാരനോ ദൂരെ ഇരുന്ന് സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിയാതെ തൻ്റെ കുറ്റബോധത്താൽ പറഞ്ഞു, ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന്. എന്നാൽ യേശു പറയുന്നുണ്ട്, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരന് നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയെന്ന്. പരീശൻ നീതീകരിക്കപ്പെട്ടില്ല, കാരണം താൻ സ്വയം നീതിമാനായി പ്രഖ്യാപിച്ചു. കാരണം താൻ ഉയർത്തുന്നവനേവനും താഴ്ത്തപ്പെടും. സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ദാവീദിനെ ഒരു രാജാവായിട്ടല്ല, മറിച്ച് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്നു നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. ദാവീദ് പ്രാർത്ഥിച്ച രീതിയിൽ ചില പ്രധാന കാര്യങ്ങളുണ്ട്, ഞാൻ അത് നിങ്ങളോട് പങ്കുവെക്കാം. ദാവീദ് ഹൃദയം തുറന്നു പ്രാർത്ഥിച്ചു. തൻ്റെ സന്തോഷവും വേദനയും ഭയവും കുറ്റബോധവും എല്ലാം ദൈവത്തോട് തുറന്നു പറഞ്ഞു. സ്തുതിയോടെ തുടങ്ങി. പ്രശ്നങ്ങൾക്കിടയിലും ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന നിലപാട് ദാവീദിനുണ്ടായിരുന്നു. പാവങ്ങൾ ഏറ്റുപറഞ്ഞു. തെറ്റ് ചെയ്തപ്പോൾ അവൻ മറച്ചു വെച്ചില്ല, ക്ഷമ ചോദിച്ച് മാനസാന്തരപ്പെട്ടു. ദൈവത്തിൽ ആശ്രയിച്ചു. ശത്രുക്കൾ ചുറ്റുമുണ്ടായിരുന്നപ്പോഴും തൻ്റെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു എന്നവൻ വിശ്വസിച്ചു. കരഞ്ഞു പ്രാർത്ഥിച്ചു. ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണുനീർ പോലും പ്രാർത്ഥനയായി മാറി. ദൈവഹിതം അന്വേഷിച്ചു. യുദ്ധത്തിന് മുൻപും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപും ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. നന്ദി പറഞ്ഞു. വിജയങ്ങൾക്ക് ശേഷവും ദൈവത്തോട് നന്ദി പറഞ്ഞു. മഹത്വം സ്വന്തമാക്കിയില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ദാവീദ് ഒരു ക്രമപ്രകാരമോ ഒരു രീതിയിലോ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. ഒരു ബന്ധത്തിലൂടെയാണ് താൻ പ്രാർത്ഥിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ മറന്നുപോകും, അല്ലെങ്കിൽ പ്രാർത്ഥനയെ ഒരു ചടങ്ങാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, പ്രാർത്ഥന എന്നത് എന്തെങ്കിലും ചോദിക്കുവാനുള്ള സമയമല്ല, മറിച്ച് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവുമായിട്ട് നമ്മുടെ ഹൃദയം പങ്കുവെക്കുന്ന സമയമാണ്. Amen. May God bless you all.